രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് ആ വ്യക്തിയുടെ അകത്ത് വളരുന്ന വളർച്ചയാണ് ഒരു വ്യക്തിയെ ദൈവിക അഭിഷേകത്തിൽ നിന്ന് ദൈവിക മാൻഡിലേക്ക് അല്ലെങ്കിൽ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് ഒരു വ്യക്തിയെ വളർത്തുന്നത്. പുത്രത്വത്തിൻ്റെ പദവിയിൽ വളർന്ന ഒരു വ്യക്തിയുടെ മേൽ വെളിപ്പെടാനുള്ള അഭിഷേകമുണ്ട്. യേശുക്രിസ്തു പുത്രത്വത്തിൻ്റെ മഹിമയോടെ യോർദാൻ്റെ കടവിൽ ഇറങ്ങി നിൽക്കുകയാണ്. പുത്രനാകാനല്ല യേശുവിനെ അഭിഷേകം ചെയ്തത്, പുത്രത്വത്തിൻ്റെ മേലാണ് അഭിഷേകം വീണത്. അഭിഷേകം വീണ യേശു പരിശോധനയിൽ കൂടെ കടന്നു പോയപ്പോൾ, 40 ദിവസത്തെ ടെസ്റ്റിൽ കൂടെ കടന്നു പോയപ്പോൾ അവൻ്റെ മേൽ വീണ അഭിഷേകത്തിൽ നിന്ന് ദൈവശക്തി തുറക്കുകയാണ്. രാജ്യങ്ങൾ കാണുന്ന, ജനതകൾ കാണുന്ന, ജാതികൾ കാണുന്ന അഭിഷേകത്തിൻ്റെ പുത്രത്വത്തിൻ്റെ അധികാരവും ശക്തിയും അവനിൽ നിന്ന് തുറന്നു വരികയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. അവനിൽ നിന്ന് ശക്തി തുറന്നു. ഇങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം അവനെ വിട്ട് മാറിപ്പോയി. അവനിൽ ശക്തി വെളിപ്പെട്ടു. ഇങ്ങനെ കടൽക്കരയിൽ ഇരുട്ടിലിരിക്കുന്ന ദേശം അവനിൽ വെളിച്ചം കണ്ടു എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ മേൽ, രക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ സഭയുമായി ചേർന്നിരിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ജീവനായിട്ട് നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ എല്ലാവരുടെ അകത്ത് ഈ ജീവനുണ്ട്. ഒന്ന്, നിങ്ങളുടെ അകത്ത് ആ ജീവൻ വന്നിട്ടുണ്ട്. രണ്ടാമത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ സഭയോട് ചേർന്നപ്പോൾ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ അഭിഷേക തൈലം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മേലെ തൈലമുണ്ട്. നിങ്ങൾ അഭിഷക്തരാണ്. നമുക്കിന്ന് രാവിലെ അവിടെ നിന്ന് നമുക്കിന്ന് തുടങ്ങാം. ഇന്ന് രാവിലെ ആരെങ്കിലും ഒരാൾ ഈ വാക്യം ഒന്ന് വായിക്കാൻ കഴിയുമെങ്കിൽ വായിച്ചാൽ നന്നായിരുന്നു. നിങ്ങളോ അവനാൽ പ്രാപിച്ച, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും അറിയുന്നു. 27 വാക്യമുണ്ട്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും, അത് ബോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. 2 പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 2 വാക്യത്തിലും തത്തുല്യമായ ഒരു പദമുണ്ട്, സാമ്യമുള്ളൊരു പദമുണ്ട്. നിങ്ങളിൽ അവനാൽ പ്രാപിച്ച അഭിഷേകം വസിക്കുന്നു. ഈ അഭിഷേകം നിങ്ങളുടെ അകത്ത് വസിക്കുന്നുകൊണ്ട് നിങ്ങളെ ആരും ഉപദേശിപ്പാൻ ആവശ്യമില്ല. ഇനി നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന, വെളിപ്പെടുന്ന അഭിഷേകം. ആരാണ് അഭിഷേകം? അഭിഷേകം എന്ന് പറഞ്ഞാൽ അഭിഷക്തനാൽ വീണതാണ് അഭിഷേകം. ആരാണ് അഭിഷക്തൻ? അഭിഷക്തൻ ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിനാൽ, അല്ലെങ്കിൽ വേദപുസ്തകം ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ പിതാവിനാൽ, ക്രിസ്തു കേന്ദ്രീകൃതമായ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് തുറന്ന പിതാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ പിതാവിൻ്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിക്കുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. നിങ്ങളിൽ ആ അഭിഷേകം വീണിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ച ഭാഗമുണ്ട്. നിങ്ങളിൽ രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ അകത്ത് കർത്താവിൻ്റെ ജീവനുണ്ട്. ദിവസവും തോറും നിങ്ങൾ ആ ജീവനിൽ വളരണം. ജീവനിൽ വളരാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അമൂല്യമായ ഭാഷയാണ് അന്യഭാഷ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി അഫലമാകുന്നു. ആത്മാവിൽ നിങ്ങൾ മിസ്റ്ററികൾ സംസാരിക്കുന്നു. എന്ത് മിസ്റ്ററികളാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ക്രിസ്തു കേന്ദ്രീകൃതമായ മിസ്റ്ററികളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ജീവനിൽ വളരുമ്പോൾ, എവിടെയെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ഇതേണ്ടേ, നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും. എന്താണ് അഭിഷേകം നിങ്ങളെ ഉപദേശിക്കുന്നത്? നിങ്ങൾ അവനിൽ തന്നെ വസിക്കണം. നിങ്ങൾ അവനെ വിട്ട് മാറരുത്. നിങ്ങൾ അവനെ വിട്ട് പോകരുത്. നിങ്ങൾ അവനിൽ വസിക്കണം. അവൻ നിങ്ങളിൽ വസിക്കുന്നുണ്ട്. നിങ്ങൾ അവനിൽ വസിക്കണം. അവൻ നിങ്ങളിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ അവനിൽ വസിക്കാൻ തുടങ്ങിയ നിങ്ങളെ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ അവനിൽ വസിക്കണം. നമുക്ക്
1-2 മിനിറ്റ് ഈ ഒറ്റ പദം പറഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. നമ്മെ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നത് നിങ്ങൾ അവനിൽ വസിക്കാനാണ്, അവനിൽ വസിക്കാനാണ്. 1-2 മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? കർത്താവേ, ഞങ്ങൾക്ക് നിന്നിൽ മാത്രം വസിപ്പാനായി, ഞങ്ങൾക്ക് നിന്നിൽ മാത്രം വസിപ്പാനായി കൃപ നൽകണമെന്ന്. ആരും ഉറങ്ങരുത് കേട്ടോ. 1-2 മിനിറ്റുകൾ എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച്. ആദ്യം നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്ന കാണാം. കുറച്ച് കഴിയുമ്പോൾ പകുതി പേര് മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നില്ല, കാരണം ഉറങ്ങിപ്പോകുന്നതാണ്. ഒന്ന് പ്രാർത്ഥിച്ചോ രാവിലെ. ശഖറാധന ശംബൽ പ്രൗഢമനഘടകഥന. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയിൽ തന്നെ വസിപ്പാൻ കൃപ നൽകണമേ. ശംബൽ പ്രൗഢമനഘടകവന. പരിശുദ്ധാത്മാവ് ഞങ്ങളെ അങ്ങനെ ഉപദേശിക്കണമേ, ഞങ്ങളെ അങ്ങനെ നടത്തണമേ, ഞങ്ങളെ അങ്ങനെ സഹായിക്കണമേ. നിങ്ങൾ അവനിൽ വസിക്കുക. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കട്ടെ. ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഷാബാന അഭിഷേകം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഈ രാവിലെയുള്ള സെക്ഷന് നമ്മൾ കൂടുതൽ സമയം ശ്രദ്ധിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ട്രൂത്തുകൾ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊരു വചനം ധ്യാനിച്ചിട്ട് അത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്തുള്ള ജീവനും ശക്തിയും നമ്മുടെ മേൽ തുറന്നു വരും. നമ്മൾ ആ തലത്തിലേക്ക് ദൈവാത്മാവിനാൽ പണിയപ്പെടും. ഒരു സെക്ഷൻ മാത്രം നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകില്ല. നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്ന ഇൻഫർമേഷൻ, നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്ന അറിവ്, നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്ന ബോധ്യം, അത് ജ്ഞാനമായി വെളിപ്പാടായി ദൈവാത്മാവ് വളർത്താൻ തുടങ്ങും. വേണ്ടേ? ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. എന്താണ് ആ വാഗ്ദത്തം? ആ വാഗ്ദത്തം എറ്റേണൽ ലൈഫ് തന്നെയാണ്, നിത്യജീവൻ തന്നെയാണ്. അതെങ്ങനെയാണ് ആ വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുന്നത്? നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. കണ്ടോ? നിങ്ങൾ കേട്ടവൻ നിങ്ങളിൽ വസിക്കും. ഇന്നലെ വരെ നിങ്ങൾ കേട്ടതായിരുന്നു, ആ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. എന്താണ് ആ വാഗ്ദത്തം? ആ വാഗ്ദത്തം നിത്യജീവനാണ്. എന്താണ് ആ നിത്യജീവൻ്റെ പ്രത്യേകത? ഈ നിത്യജീവനാണ് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം. ഈ വാഗ്ദത്തം നിങ്ങൾ ആദ്യം മുതൽ കേൾക്കാൻ തുടങ്ങി. ആദ്യം മുതൽ നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയത് നിങ്ങളുടെ അകത്ത് വസിക്കാൻ തുടങ്ങി. നിങ്ങളുടെ അകത്ത് വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പിതാവിലും നിങ്ങൾ പുത്രനിലും നിങ്ങൾ വസിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ! നമ്മൾ കേട്ട വാഗ്ദത്തം നമ്മുടെ അകത്ത് വസിക്കുന്ന വാഗ്ദത്തമാണ്. ഇത് നമ്മുടെ അകത്ത് വസിക്കാൻ തുടങ്ങിയാൽ എന്താ മെച്ചം? മെച്ചമെന്താന്ന് ചോദിച്ചാൽ, ഇനി ഈ 14-ാം വാക്യം
ഒരാൾ. എല്ലാവരും വായിപ്പിക്കുന്നത് എന്തിനറിയോ? എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ മൊബൈൽ കൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുള്ളൂ. രാവിലെ ഞാൻ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് അർദ്ധരാത്രി കഴിഞ്ഞ് വെളുപ്പിന് ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റിരുന്ന് എന്തിനാണിത് മൊബൈൽ ഇട്ട് തരുന്നത് അറിയാമോ? നിങ്ങൾ വചനം ഒന്ന് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ആരിലും ഒരാൾ, എല്ലാവരും കൂടെ വായിക്കരുത്, ആരിലും ഒരാളൊന്ന് വായിച്ച് നല്ല വായിക്കൊന്ന് വായിച്ചേ. ആദ്യം മുതലുള്ളവരെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങൾ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഒന്നുകൂടെ സിസ്റ്റർ വാക്യം ഒന്നുകൂടെ വായിച്ചോ. ബാല്യക്കാരെ, രണ്ടാമത്തെ ഭാഗം വായിക്കും. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങൾ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഒരു ആമേൻ ഒന്ന് പറയേണ്ട വാക്യമാണിത്. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയിൽ വസിക്കാൻ തുടങ്ങിയാൽ അവൻ ദുഷ്ടനെ ജയിച്ചിരിക്കും. ഒന്ന് പറയാമെങ്കിൽ പറഞ്ഞു കേട്ടോ. ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയിൽ വസിക്കാൻ തുടങ്ങിയാൽ അവൻ ദുഷ്ടനെ ജയിച്ചിരിക്കും. സർവ്വലോകവും ദുഷ്ടന്റെ അധീനത കിടക്കുകയാണ്. നിങ്ങൾക്ക് ഈ വാക്യം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനത കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ താമസിക്കുമ്പോൾ രാജ്യം ആരുടെ അധീനതയിലാണ്? നിങ്ങൾ താമസിക്കുന്ന ഭൂപ്രദേശം ആരുടെ അധീനതയിലാണ്? നിങ്ങൾ താമസിക്കുന്ന ദേശം ആരുടെ അധീനതയിലാണ്? ഈ ദേശങ്ങൾ മുഴുവൻ ദുഷ്ടന്റെ അധീനതയിലാണ്. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ദേശത്തിന്റെ നോക്കിയ ശക്തികൾ ഒരുപക്ഷെ നിങ്ങളെ സ്വാധീനിച്ചാൽ, നിങ്ങളെ തകർത്താൽ, നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തിയാൽ, ദുഷ്ടൻ നിങ്ങളെ പരീക്ഷകളിലേക്ക് നടത്തിയാൽ, ഞാൻ പറയും ആ പരീക്ഷകളെ നിങ്ങൾ ജയിക്കുന്നത് ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുമ്പോൾ നിങ്ങൾക്ക് ദുഷ്ടനെ ജയിക്കാൻ കഴിയും. ദുഷ്ടൻ നിങ്ങളെ തോൽപ്പിക്കുകയല്ല, നിങ്ങൾ ദുഷ്ടനെ ജയിക്കും. എങ്ങനെയാണ് ജയിക്കുന്നത്? നിങ്ങളുടെ അകത്ത് അവൻ വസിക്കുന്നതിനാലാണ്. എത്ര പേര് ഇന്ന് രാവിലെ വചനം വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ അകത്ത് ദൈവത്തിന്റെ വചനം വസിക്കുന്നതിനാൽ ജയം എൻ്റെ അവകാശമാണ്. ജയം എൻ്റെ അവകാശമാണ്. എന്നെ അവൻ വിളിച്ചത് ജയിക്കാനാണ്. ഇന്ന് രാവിലെ ആ ബോധ്യത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച് മൈക്കെല്ലാം മൺമ്യൂട്ട് ചെയ്ത് ഈ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. ഈ വചനം തന്നെ ന്യൂ ടെസ്റ്റ്മെന്റിൽ വചനം തന്നെ ചൊല്ലി പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ജയിച്ചിരിക്കും. വചനം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് ഈ തലത്തിലേക്ക് ഞാൻ വളർന്ന് ഞാൻ ജയിച്ചിരിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചോ. ശാഖാബാനാദാര ശസ്കനാദിരാധനാദര പ്രൗഢമനഘടകനാരക ശസ് ലാബാരാജന ശസ്കനാഭിരാപരാപരാപര വൈഡ പ്രൗഢമനഘടകനാരക ശസ്കനഗതനഗതനഘടകവന. നിന്റെ കുടുംബത്തിൽ കിടന്ന് ദുഷ്ടൻ ഇനി കളിക്കാൻ പറ്റില്ല. ഓ എത്ര പേർ അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കും? നിന്റെ തലമുറകളിൽ ഇനി ദുഷ്ടന് കളിക്കാൻ പറ്റില്ല. അതങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കും. നിന്റെ തലമുറയെ ദുഷ്ടന് തൊടാൻ പറ്റില്ല. നിന്റെ കുടുംബത്തെ ദുഷ്ടന് വലക്കാൻ പറ്റില്ല. നിന്റെ ശരീരത്തിലുള്ള രോഗങ്ങൾ പിശാചിന്റെ കളികേന്ദ്രമായി മാറില്ല. റബർ പ്രൗഢമന. അതങ്ങനെ പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചോണ്ടാവും. അതങ്ങനെ പ്രഖ്യാപിക്കണം കേട്ടോ. നിങ്ങൾ ആദരങ്ങൾ തുറന്ന് നിങ്ങൾ വചനം പ്രഖ്യാപിക്കണം. നിന്റെ കുടുംബജീവിതത്തിൽ പിശാചിനെ കളിക്കാൻ പറ്റില്ല. വേദ പ്രൗഢമന ഘടകമന. നിന്റെ ഭാവിയുടെ മേൽ പിശാചിനെ കളിക്കാൻ പറ്റില്ല. കാരണം നിന്റെ അകത്ത് വസിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദാരിദ്ര്യം നിന്റെ കുടുംബത്തിൽ വാഴാൻ പറ്റില്ല. അങ്ങനെ പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തന്മാരാകിയാൽ ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ ജയിച്ചിരിക്കും. കാരണം ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്ത് വസിക്കുന്നുണ്ട്.
വേദ പ്രൗഷമന ഘടകതന വേദ പ്രൗഢമന ഘടകതനം ലാഭ രാശി കേറി വീരപ പ്രൗഷിബിനി ഗതുരവന ജപ പ്രൗഷമന ഘടകതന വേദ പ്രൗഢമന ഘടകത. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഓരോ കുടുംബങ്ങളെയും ദുഷ്ടന്റെ കയ്യിൽ നിന്ന് കർത്താവ് വിടുവിച്ചവനായ സ്തോത്രം. ഓരോരുത്തരും ദൈവത്തിന്റെ വചനത്തിനകത്ത് വളരുമ്പോൾ ആ വളർച്ചയുടെ മക്കളുടെ കുടുംബത്തിൽ മേൽ തുറക്കുന്നതിനായ സ്തോത്രം. ഇപ്പോൾ അത് തുറന്നു വരട്ടെ, ഇപ്പോൾ അത് തുറന്നു വരട്ടെ, ഇപ്പോൾ അത് തുറന്നു വരട്ടെ. കുടുംബങ്ങളെല്ലാം സ്വതന്ത്രമാകട്ടെ, ഈ കുടുംബങ്ങളെല്ലാം സ്വതന്ത്രമാകട്ടെ. ഷാദൽ ഘടകത്തിന് കയറട്ടെ. അവർ ഒരു തലത്തിലും അടുത്ത തലത്തിലേക്ക് അവർ ഇന്ന് രാവിലെ കരം പിടിച്ച് ദൈവാത്മാവേ അങ്ങയുടെ അങ്ങയുടെ കരത്താൽ അങ്ങയുടെ മക്കൾ ഇന്ന് രാവിലെ ഉയർന്നു വരേണ്ടവനായി ഒരു ഷിഫ്റ്റിംഗ് ഇന്ന് രാവിലെ കുടുംബങ്ങളുടെ മേലെല്ലാം വെളിപ്പെടുവാൻ, ഒരു ഷിഫ്റ്റിംഗ് ഇന്ന് രാവിലെ കുടുംബങ്ങളുടെ മേലെല്ലാം വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അത് സംഭവിപ്പാൻ, ഇപ്പോൾ അത് സംഭവിപ്പാൻ, ഇപ്പോൾ അത് സംഭവിപ്പാൻ. ഞങ്ങളെ അലങ്കരിച്ചു ഞങ്ങളെ വേർതിരിച്ച് നിർത്തിയത് കൊണ്ട് ഞങ്ങൾ ജനിച്ചതിന് മുൻപേ, ഞങ്ങളുടെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, ഭൂമിക്ക് അടിസ്ഥാനം എഴുന്നതിന് മുൻപേ ഞങ്ങളെ വേർതിരിച്ച് കണ്ടത്. ഞാൻ ഓരോ സെക്ഷനും വരുമ്പോഴും കഴിഞ്ഞ ചില സെക്ഷനുകളായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ മുഴുവൻ നിങ്ങളുടെ മേൽ ദൈവാത്മാവ് ദൈവിക പുത്രത്വത്തിൻ്റെ അധികാരത്തിൻ്റെ മാൻഡിലിടാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. പക്ഷെ ഇവിടെ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ ദൈവാത്മാവ് വീണ്ടും വീണ്ടും ദൈവവചനത്തിൽ നമ്മളെ പണിയുന്ന വചനം തുറക്കാൻ തുടങ്ങും. അതിവിടെയായാലും ചർച്ചിലായാലും. ഞാൻ ഇന്ന് രാവിലെയും ഒരു മാൻഡിൽ നിങ്ങളുടെ മേൽ വീഴാനായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ വളരെ പ്രാർത്ഥനയോടെ ഞാൻ വന്നത്. പക്ഷെ വീണ്ടും ദൈവാത്മാവ് എന്നെ നമ്മളെ ഒരുമിച്ച് പണിയുന്ന വചനമാണ് എൻ്റെ അകത്ത് വീണ്ടും തുറന്നു വരുന്നത്. അത് കൃത്യതയോടെ പരിശുദ്ധാത്മാവ് അറിയുന്നു. അതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽ നടക്കുന്ന മീറ്റിങ്ങിലെങ്കിലും എനിക്ക് സൂമുകാരി ഒരുപോലെ ഇന്ന് രാവിലെ നടക്കുന്ന മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ അധികം നേരം സൂമിലേക്ക് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഒരാത്മാവിൻ്റെ ചൈതന്യം, ഒരാത്മാവിൻ്റെ ഒഴുക്ക്, ഒരാത്മാവിൻ്റെ ഷിഫ്റ്റ്, ഒരാത്മാവിൻ്റെ തലങ്ങൾ നിങ്ങളുടെ മേൽ ദൈവാത്മാവ് തുറക്കുന്ന സീസണായെന്ന് മനസ്സിലാകുന്നവർ ഇന്ന് രാവിലെ പ്രാർത്ഥനയോടെ പങ്കെടുക്കുക. നമുക്ക് 15-ാം വാക്യത്തിൽ ദൈവാത്മാവ് പറയുകയാണ്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. കണ്ടോ? അപ്പം നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ വചനം വസിക്കാൻ തുടങ്ങിയാൽ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ ശക്തന്മാരാകും. ശക്തന്മാരായി തീർന്നാൽ അടുത്ത ലക്ഷണം എന്താണ്? നിങ്ങൾ ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കാതെ നിങ്ങൾ ദൈവത്താൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം ഇങ്ങനെ ലോകത്തിൽ നിന്നുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. കണ്ടോ? ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ആ വാക്യം ഒന്ന് പറയാമെങ്കിൽ പറഞ്ഞു കേട്ടോ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും, എന്നേക്കും ജീവിക്കും, എന്നേക്കും ജീവിക്കും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. അപ്പോൾ ഇങ്ങനെ ദൈവേഷ്ടം ചെയ്യുന്ന നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി വളരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മേൽ വെളിപ്പെട്ട അഭിഷേകത്തെ ദൈവാത്മാവ് അടുത്ത തലത്തിലേക്ക് ദൈവാത്മാവ് വളർത്താൻ തുടങ്ങും. നിങ്ങളെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്, ഞാനിത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ച് ഭവനത്തിൽ വെച്ച് നടന്ന പ്രാർത്ഥനയിൽ ഞാൻ ആ ഭാഗം ഓർപ്പിച്ചിരുന്നു. ദൈവം ഏലീശയെ അഭിഷേകം ചെയ്തപ്പോൾ ആ അഭിഷേകം ഒരു രാജ്യത്തെ തൊടാനായിരുന്നു. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? അവൻ്റെ മേൽ ദൈവം അഭിഷേകം ചെയ്ത പൊസിഷനിലേക്ക് അവൻ എത്തിയത് അവൻ്റെ സമർപ്പണത്താലാണ്. അവൻ്റെ വിശ്വാസത്താലും അവൻ്റെ സമർപ്പണത്താലും അവൻ ആ ഒരു പൊസിഷനിലേക്ക് എത്തി. യോർദാൻ അപ്പുറം വെച്ച് ഏലിയാവ് എടുത്തുകൊള്ളപ്പെടുന്നവർ അവൻ കണ്ടപ്പോൾ അവൻ്റെ മേൽ ഇരട്ടി ആത്മശക്തി വരികയാണ്.
അങ്ങനെ ഒരു വളർച്ച നിങ്ങളുടെ അകത്ത് സംഭവിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വളർച്ച, നിങ്ങൾ പുത്രത്വത്തിൽ വളരുന്നുണ്ടോ? നിങ്ങൾ ജീവനിൽ വളരുന്നുണ്ടോ? നിങ്ങൾ ജീവൻ വിട്ട് ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നുണ്ടോ? അഭിഷേകം നിങ്ങളെ ഉപദേശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ രാജ്യത്തെ തൊടുന്ന ഒരു മാൻഡിൽ, പുത്രത്വത്തിന്റെ അധികാരം, ഒരു മാൻഡിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ തുറക്കാൻ സമയമായി. എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? എന്നിട്ട് നമുക്ക് മാൻഡിൽ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിൽ പരിശുദ്ധാത്മാവ് ഒരു വളർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ മാത്രം, ആ വളർച്ച നടക്കുന്നു എന്ന് ബോധ്യമുള്ളവർ, ആ വളർച്ച ആഗ്രഹിക്കുന്നവർ മാത്രം എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. 1-2 മിനിറ്റുകൾ കൂടെ പ്രാർത്ഥിച്ചു, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. എന്റെ അകത്തൊരു വളർച്ച നടക്കുന്നുണ്ട്, എന്റെ അകത്ത മാൻഡിലുകൾ ദൈവാത്മാവ് തുറക്കും. ഷാബ, എന്നെ വിളിച്ചിരിക്കുന്നവർ ഇങ്ങനെ നിൽക്കാനല്ല, എന്നെ വിളിച്ചിരിക്കുന്നത് ഇങ്ങനെ. ഷാറാബാന ശംദൽ ഘടകദനാരക ശസ് പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ അഭിഷേകത്തിൽ നിന്ന് മാൻഡിലിലേക്ക് വളർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അഭിഷേകത്തിൽ നിന്ന് മാൻഡിലേക്ക് വളർത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അഭിഷേകം ദൈവാത്മാവ് ജനത്തിൻ്റെ മേൽ പകരുന്നതാണ്. അഭിഷേകം അത് പൊതുപ്രവർത്തനത്തിനായി നൽകുന്നതാണ്. എന്നാൽ മാൻഡിൽ, പുത്രത്വത്തിൻ്റെ അധികാരം ദൈവം പണിയപ്പെട്ടവൻ്റെ മേൽ പകരുന്നതാണ്. അഭിഷേകം കർത്താവിൻ്റെ സഭയാം ശരീരത്തിൻ്റെ സകല മേഖലകളിലുമുള്ളവർക്ക് ദൈവാത്മാവ് തുറന്നു കൊടുക്കുന്നു. കാരണം ശരീരത്തെ, സഭയെ ഒരു ശരീരമാക്കി പണിയുവാനായിട്ട് അതിൻ്റെ വിസ്തൃതിക്ക് ദൈവം അഭിഷേകം എല്ലാവരും മേലും തുറക്കുകയാണ്. എന്നാൽ മാൻഡിൽ എല്ലാവരും മേലും തുറക്കുന്നില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, മാൻഡിൽ ഒരു ഡിവൈൻ ഓഫീസാണ്. ഞാൻ പറഞ്ഞ പദം ഒന്നുകൂടെ പറയുന്നു, മാൻഡിൽ ഒരു ഡിവൈൻ ഓഫീസാണ്. എല്ലാവരും മേലും കർത്താവ് മാൻഡിൽ തുറക്കുന്നില്ല. മാൻഡിൽ തുറക്കുന്നവർ ഉത്തരവാദിത്വമുള്ളവരായിരിക്കും. അവരെല്ലാത്തിലും, പ്രാർത്ഥനയിൽ, ദൈവവചന ധ്യാനത്തിൽ, പ്രവർത്തനത്തിൽ, പഠനത്തിൽ, ബന്ധങ്ങളുടെ അകത്ത് ഈ അലസന്മാരുടെ മേൽ തുറക്കുന്നതല്ല മാൻഡിൽ. പിണങ്ങരുതാരും കേട്ടോ. മാൻഡിൽ ദൈവം അലസന്മാരുടെ മേൽ തുറക്കില്ല. മാൻഡിൽ ഒരു ഓഫീസാണ്. മാൻഡിൽ അത് ഉത്തരവാദിത്വമുള്ളവരെ മേൽ പകരുന്നതാണ്. മാൻഡിൽ അത് പണിയപ്പെട്ടവരെ മേൽ പകരുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ മുളച്ച് പടർന്ന പ്രാർത്ഥനയിൽ ഞാൻ ഇതിൻ്റെ ഒരു വിശദീകരണം പറഞ്ഞിരുന്നു. അഭിഷേകം ഒരു മഴ പെയ്യുന്നത് പോലെ നമ്മിലേക്ക് ചിലതിനെ പകരുന്നതാണെങ്കിൽ, മാൻഡിലിൻ്റെ പ്രത്യേകത അതൊരു മേഘം പോലെ നമ്മുടെ മേലിറങ്ങി വരുന്നതാണ്. ഒരു ആമേനൊക്കെ ഒന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അത് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിരിക്കുമ്പോൾ തന്നെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് അതിനകത്തേക്ക് കയറണം കേട്ടോ. കർത്താവേ, എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കണമേ, എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പണി നടത്തണമേ, എന്നെ ഒന്നുകൂടെ കർത്താവേ ഉറപ്പിക്കണമേ. അഭിഷേകം നിങ്ങളുടെ മേൽ വീണാൽ നിങ്ങൾ പ്രശസ്തരാകും.
എന്നാൽ മാൻഡിൽ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ നിങ്ങൾ ഉത്തരവാദിത്വമുള്ളവരായി മാറാൻ തുടങ്ങും. അഭിഷേകം നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളെ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങും. മാൻഡിൽ നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളിലൂടെ ക്രിസ്തുവിനെ എല്ലാവരും അറിയാൻ തുടങ്ങും. അത് അഭിഷേകം നിങ്ങളുടെ മേൽ അധിവസിക്കുന്നതാണ്. അധികാരം നിങ്ങളിൽ നിന്ന് അധികാരത്തെ, മാൻഡിൽ നിങ്ങളിൽ നിന്ന് അധികാരത്തെ തുറക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഒന്നും കൂടെ പണിയപ്പെടാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കൊന്നുകൂടെ ഉത്തരവാദിത്വമുള്ളവരായി മാറാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കൊന്നുകൂടെ നിങ്ങളെയല്ല ലോകം എന്നിലൂടെ ക്രിസ്തുവിനെ കാണട്ടെ, ലോകം എൻ്റെ ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിനെ കാണട്ടെ, എന്നിലേക്കല്ല ക്രിസ്തുവിലേക്ക് ജനം തിരിയട്ടെ എന്നകത്ത് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയെങ്കിൽ അഭിഷേകം മാൻഡിലായി മാറണമെങ്കിൽ നമ്മിലൊരു പണി മടങ്ങണം. ഒരു മിനിറ്റ് കൂടെ പ്രാർത്ഥിച്ചു, ഒരു മിനിറ്റ് കൂടെ കർത്താവ് ഇങ്ങനെ ഒരു സംഭവം, എന്നിട്ട് നമുക്ക് മാൻഡിൽ വെളിപ്പെടുമ്പോൾ ഉള്ള നന്മകൾ പറയാം. ഷാബൽ ഘടകബന ഒന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ മേലെ മാൻഡിൽ വീഴാൻ ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ തുറക്കും. ഷാ ഭരാതിരാപനാര ഘടകബനം ഷാദൽ ഘടകദനാദര പ്രൗഷഭന ഘടകദനം പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന ഈ 60 പേരുടെ മേലും പരിശുദ്ധാത്മാവേ ആ വളർച്ചയങ്ങ് നൽകണമേ. ഷാദൽ ഘടകവന ആ വളർച്ചയങ്ങ് നൽകണമേ. ആ പുതപ്പ് അങ്ങ് ഇടണമേ. ഷാദൽ ഘടകവന സ്വർഗം ഇവരുടെ ഭവനത്തിൽ ഇറങ്ങി നിൽക്കണമേ. ഷാദൽ ഖാരബ ശേതുര പ്രൗഢവന ഘടകവന സൃഷ്ടിപരമായ അത്ഭുതങ്ങൾ ഇവരുടെ കുടുംബങ്ങൾ മടക്കട്ടെ കർത്താവേ. ആഴമായ കൂട്ടായ്മയിൽ നിന്ന് തുറന്നു വരുന്ന ആ മാൻഡിലുകൾ, സ്വയമരണ ജീവിതത്തിനായി സമർപ്പിക്കപ്പെട്ടവരിൽ തുറന്നു വരുന്ന ആ മാൻഡിലുകൾ, സഭയുടെ മേൽ വിമോചനം തുറക്കുന്നതിനായി തുറന്നു വരുന്ന ആ മാൻഡിലുകൾ, ദേശത്തെ വിടുവിക്കേണ്ടവന്, കുടുംബങ്ങളെ വിടുവിക്കേണ്ടവന്, മദ്യത്തിലും മയക്കുമരുന്നിലും അലയുന്ന തലമുറകളെ വിടുവിക്കേണ്ടവന്, സഭയുടെ മേൽ തുറന്നു വരുന്ന തുറക്കുന്ന ആവരണമായ മാൻഡിൽ വരെ മേൽ വീഴാൻ സ്വയമരണത്തിനായി, ആഴമായ ബന്ധത്തിനായി പാളികൾ ഞങ്ങളെ മക്കളെ, ഈ മാൻഡിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതങ്ങളുണ്ട്. സൃഷ്ടിപരമായ അത്ഭുതങ്ങൾ നടക്കും. മാൻഡിൽ വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ മേൽ അധികാരം ഓപ്പണാകും. നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന ഏത് വ്യക്തിയുടെയും അവസ്ഥകളെ നിങ്ങൾക്ക് തൊടാൻ പറ്റും. കടഭാരമുള്ളവന്റെ കടഭാരത്തെ വീട്ടാൻ, ശാപമുള്ള ദേശത്തിന്റെ ശാപം അഴിച്ചുവിടാൻ, മരണമല്ലാതെ മുമ്പിൽ മറ്റു വഴികളില്ലാത്ത ഏതോ മരുഭൂമിയിൽ ദൈവത്താൽ വഴി തുറക്കുവാൻ, എത്ര പഴക്കമുള്ള കുഷ്ഠരോഗത്തെയും സൗഖ്യമാക്കാം. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാൽ പോലും കാര്യം മടക്കിയില്ലെന്ന് അകമ്പടി നായകൻ ബുദ്ധി കൊണ്ട് പറഞ്ഞ വിഷയത്തിൽ ദൈവിക ഇടപെടലുകൾ തുറക്കുവാൻ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന മാൻഡിലിന് ശക്തിയുണ്ട്. അത്ര പദവിയുള്ളതാണ് നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന മാൻഡിൽ. പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, ആ മാൻഡിൽ വെളിപ്പെടുവാൻ, സ്വർഗത്തെ ഭൂമിയിൽ ഇറക്കാൻ, സൃഷ്ടിപരമായ അത്ഭുതങ്ങൾ ചെയ്യാൻ, ആഴമായ ഒരു കൂട്ടായ്മ ബന്ധം പരിശുദ്ധാത്മാവുമായി, പുത്രനുമായി, പിതാവുമായി സ്ഥാപിച്ചെടുക്കാനകത്ത് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ആഴമായൊരു കൂട്ടായ്മ ബന്ധം നിങ്ങളുടെ അകത്ത് ആർജിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ ഈ മാൻഡിലിന്റെ ശക്തി നിങ്ങളുടെ മേൽ തുറക്കുകയുള്ളൂ. നിങ്ങളുടെ കൂട്ടായ്മ ആരോടാണ്? സത്യം പറ, നിങ്ങൾ ആരോടാണ് കൂടുതൽ നേരം സംസാരിക്കുന്നത്? അവരോടാണ് നിങ്ങൾക്ക് കൂടുതൽ കൂട്ടായ്മയുള്ളത്. നിങ്ങൾ ആരെ കൂടുതൽ നേരം ആലോചിക്കുന്നത്? നിങ്ങൾക്ക് അവരോടാണ് കൂട്ടായ്മയുള്ളത്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനവുമായിട്ട് ആഴമായൊരു കൂട്ടായ്മയുണ്ടോ? ചിലരോട് പറയാറുണ്ട്, പാസ്റ്റർ ഞങ്ങൾക്ക് ഭൂമിയിൽ ആരും കൂട്ടുകാരില്ല, ഞങ്ങൾക്ക് ഉറ്റ സ്നേഹിതർ, എല്ലാവരും ഞങ്ങളെ ചതിച്ചു,
ഞാൻ നിങ്ങളോട് ഉറപ്പോടെ പറയാം, ഒരു വലിയ ലോകം നിങ്ങളെ ചതിക്കാൻ ദൈവം അനുവദിക്കാൻ കാരണം നിങ്ങൾ ദൈവവുമായിട്ട്, ദൈവിക ട്രിയൂണിറ്റിയിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് ആഴമായ ഒരു കൂട്ടായ്മ ബന്ധം സ്ഥാപിക്കാനാണ്. നിങ്ങളുടെ അകത്ത് ആഗ്രഹങ്ങളുടെ കാരണം എന്താ? നിങ്ങളുടെ അകത്ത് വേദനയുടെ കാരണം എന്താ? നിങ്ങളുടെ അകത്ത് മുറിവുകളുടെ കാരണം എന്താ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലോകത്തിന്, ചുറ്റുമുള്ള ലോകത്തിന് നിങ്ങളെ മുറിക്കാൻ പറ്റിയത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നിങ്ങളെ മുറിക്കാൻ പറ്റിയത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരുടെ നീരസം വന്നത്? എന്തുകൊണ്ടാണ് പക, പിണക്കം, ജാരശങ്ക, ശാഠ്യം നിങ്ങളുടെ അകത്ത് വന്നത്? നിങ്ങളുടെ അകത്ത് സ്വയം മരിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളുടെ അകത്ത് സ്വയം മരിച്ചിട്ടില്ല. അമ്മായിമ്മ, മരുമകൾ, അമ്മായിമ്മ, അമ്മായിപ്പൻ, മരുമകൻ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ? വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരകത്ത് നടക്കുന്നത്? നിങ്ങളുടെ അകത്ത് സ്വയം മരിച്ചിട്ടില്ല. സ്വയം മരിക്കാൻ, സ്വയത്തെ ഇല്ലാതാക്കാൻ ആഴമായൊരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് നിങ്ങൾ വളരാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മേൽ മാൻഡിൽ തുറക്കും. മാൻഡിൽ തുറന്നാൽ നിങ്ങളുടെ മേൽ തുറക്കുന്ന മാൻഡിലാണ് ദേശത്തിൻ്റെ മേൽ അധികാരമായി വെളിപ്പെടുന്നത്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ മേൽ മാൻഡിൽ വെളിപ്പെട്ടാൽ നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ ദേശത്ത് എന്ത് സംഭവിക്കണമെന്ന്. ഞാൻ താമസിക്കുന്ന തൃശ്ശൂരാണ്. തൃശ്ശൂരിൻ്റെ മേൽ ദൈവാത്മാവ് എൻ്റെ മേൽ അധികാരം പകരും. യെരിഹോയുടെ മേൽ ഏലീശയുടെ മേൽ അധികാരം പകർന്നതുപോലെ ദൈവം നിങ്ങളുടെ മേൽ അധികാരം പകരും. നിങ്ങളുടെ തലമുറകളുടെ മേൽ നിങ്ങൾക്കായിരിക്കും അധികാരം. നിങ്ങളുടെ ഭർത്താവിൻ്റെ മേൽ നിങ്ങൾക്കായിരിക്കും അധികാരം. നിങ്ങളുടെ ഭാര്യയുടെ മേൽ നിങ്ങൾക്കായിരിക്കും അധികാരം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനുള്ള നന്മകളുടെ മേൽ നിങ്ങൾക്കായിരിക്കും അധികാരം. വെട്ടുക്കിളിയും പച്ചപ്പുഴവും വിട്ടിലും തുള്ളനും നിങ്ങളുടെ കുടുംബത്തിനെ നശിപ്പിക്കുവാൻ ദൈവം അനുവദിക്കില്ല. കാരണം അതോറിറ്റി നിങ്ങളുടെ കയ്യിൽ വരാൻ തുടങ്ങും. മാൻഡിൽ വെളിപ്പെട്ടവന്റെ മേലാണ് അധികാരം വെളിപ്പെടുന്നത്. ശരീരത്തിന്റെ മേൽ അധികാരം വെളിപ്പെടും. നിങ്ങളുടെ നന്മകളുടെ മേൽ, നിങ്ങളുടെ സമ്പത്തിന്റെ മേൽ, നിങ്ങളുടെ ബിസിനസിന്റെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ അധികാരം നിങ്ങളുടെ മേൽ തുറന്നു വരാൻ തുടങ്ങും. കാരണം ഞാൻ ആഴമുള്ള ദൈവിക ബന്ധത്തിൽ നിൽക്കുന്നവനാണ്. ഇന്ന് രാവിലെ ആ മാൻഡിൽ എന്നിൽ തുറക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അതിനുവേണ്ടി ദൈവം നിങ്ങൾ വിളിച്ചത് കേട്ടോ. അവിടെയാണ് വിളിച്ചിരിക്കുന്ന വേല ആരംഭിക്കുന്നത്. പക്ഷേ അതിന് നിങ്ങളുടെ സ്വയം മരിക്കണം. അതിന് നിങ്ങളുടെ സ്വയം മരിക്കണം. അതിന് നിങ്ങൾ നിങ്ങളുടെ സ്വയം മരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ദൈവമായിട്ട് ആഴമായ ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടാക്കണം. മാൻഡിൽ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അത് ഏതെങ്കിലും സെക്ഷനിൽ തുറന്നിരിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ ഒന്നുകൂടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് 2-3 മിനിറ്റ് നേരം പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്ക് ആഴമായിട്ട് കൂട്ടായ്മ എങ്ങുമായിട്ട് വേണം. ആരും ഉറങ്ങരുത് കേട്ടോ. മൈക്കെല്ലാം അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് എൻ്റെ സ്വയം, കർത്താവേ എൻ്റെ സ്വയം, യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ അവൻ വളരണം, ഞാനോ കുറയണം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ആർക്കും മുറിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി ഞാൻ മാറട്ടെ. ആർക്കും ജഡസ്വഭാവങ്ങൾ, ആരിലേക്കും ജഡസ്വഭാവങ്ങൾ തുറക്കാൻ കഴിയാത്ത ഒരു അസാധാരണ വ്യക്തിയായി ഞാൻ വളരട്ടെ. ഞാനൊരു ചോദ്യം നിങ്ങളോട് ഇന്ന് രാവിലെ ചോദിക്കുന്നു. എത്ര കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഇനി സഹിക്കണം? എത്ര കാലം ക്രിസ്തു നമ്മളെ ഇനി സഹിക്കണം? ഈ സ്വയത്തിൽ നിന്ന് പുറത്തു വന്നു
അവനുമായിട്ടൊരു ആഴമായ ബന്ധത്തിലേക്ക് വരാൻ, ഞാൻ പറഞ്ഞത് നിങ്ങളൊരു മതജീവികളാകുന്ന കാര്യമല്ല, അവനോട് ചേർന്ന് ഒട്ടിച്ചേർന്ന് പറ്റിച്ചേർന്ന് മറ്റൊന്നിനോടും ഒരു വിഷമമില്ലാതെ, അവന്റെ മുഖം നമ്മിൽ നിന്ന് മാറിപ്പോകാതെ അവനോട് ചേർന്ന് മടക്കാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പറയാം നമുക്ക് കർത്താവിനോട്, കർത്താവേ നിന്റെ മുഖം എന്നിൽ നിന്ന് മാറ്റരുത്. ഞാൻ പണിയപ്പെട്ടില്ല, നീ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ പണിയപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നെ നീ തള്ളരുത്, എന്നെ നീ തള്ളരുത്, എന്നെ നീ തള്ളിക്കളയരുത്. ഞാൻ എൻ്റെ ആരംഭകാലത്ത് പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്നിരുന്ന കാലത്ത് ദൈവത്തിലേക്ക് തിരിഞ്ഞ സമയത്ത് ഞാൻ കണ്ടമാനം പാടിയൊരു പാട്ടുണ്ട്. ഇപ്പോൾ ഈ കണ്ടമാനം സ്ട്രെസ് ചെയ്ത് എനിക്ക് പാടാനായിട്ടൊന്നും പറ്റുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ ആ പാട്ടിൻ്റെ വരികൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതൊരു ആരാധനയ്ക്ക് പാടാൻ പറ്റിയ പാട്ടൊന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ അകത്തൊക്കെ ഞാൻ ദൈവത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നു, ഞാൻ ദൈവം ആഗ്രഹിച്ച വളർച്ച പ്രകാരം വളരുന്നില്ല, കർത്താവ് എന്നെ തള്ളരുത് എന്ന് നിങ്ങളുടെ അകത്തൊരു ആഗ്രഹം തോന്നുന്ന സമയത്ത് ഈ പാട്ട് മൂളാൻ പറ്റിയ പാട്ടാണ്. ഞാനൊന്ന് മൂളി നോക്കാം. മാറരുതേ, മുഖം മറക്കരുതേ, തള്ളരുതേ എന്നെ നീ തള്ളരുതേ. മാറരുതേ, മുഖം മറക്കരുതേ, തള്ളരുതേ എന്നെ നീ തള്ളരുതേ. മാറരുതേ, മുഖം മറക്കരുതേ, തള്ളരുതേ എന്നെ നീ തള്ളരുതേ. മരുഭൂവാം ഇഹത്തിൽ ഞാൻ അഭയാർത്ഥി, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി. മരുഭൂവാം ഇഹത്തിൽ ഞാൻ അഭയാർത്ഥി, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി. അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി, അവിടെയും നിൻമുഖം മറക്കരുതേ. അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി, അവിടെയും നിൻമുഖം മറക്കരുതേ. മാറരുതേ, മുഖം മറക്കരുതേ, തള്ളരുതേ എന്നെ നീ തള്ളരുതേ. മാറരുതേ, ഈ മുഖം മറക്കരുതേ, തള്ളരുതേ എന്നെ നീ തള്ളരുതേ. മാറരുതേ, മുഖം മറക്കരുതേ, തള്ളരുതേ എന്നെ നീ തള്ളരുതേ. ഒരിക്കലി ജഗത്തെയും ജഡത്തെയും പിരിയുമ്പോൾ ആരുണ്ടെന്നെ നടത്താൻ. ഒരിക്കലി ജഗത്തെയും ജഡത്തെയും പിരിയുമ്പോൾ ആരുണ്ടെന്നെ നടത്താൻ. ഒരിക്കലും പിരിയാതെ അടുത്തിരിപ്പാൻ വൻ കൃപയും തിരുമുഖവും തന്നെ. ഒരിക്കലും പിരിയാതെ അടുത്തിരിപ്പാൻ വൻ കൃപയും തിരുമുഖവും തന്നെ. മാറരുതേ, മുഖം മറക്കരുതേ, തള്ളരുതേ എന്നെ നീ തള്ളരുതേ. മാറരുതേ, മുഖം മറക്കരുതേ, തള്ളരുതെന്നെ നീ തള്ളരുതേ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് അതിനകത്തൊരു വരി പറയാൻ പറ്റിയോ? മാറരുതേ, മുഖം മറക്കരുതേ, തള്ളരുതേ അപ്പാ തള്ളരുതേ. മക്കളെ, ഈ ലോകത്തിൻ്റെ പുറകെ ഒഴുകാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മളെ ദൈവം ഏതെങ്കിലും ഒരു ചെറിയ ഘടകം ഏൽപ്പിച്ചാൽ അതിനകത്ത് കിടന്ന് കുഴഞ്ഞ് ആരോ ആയെന്ന് അഭിമാനിക്കാനുള്ളതല്ല ഈ ജീവിതം. ഈ ജീവിതം അവൻ ആഗ്രഹിക്കുന്ന വളർച്ച വെളിപ്പെടുത്തി സ്വയം മരണപ്പെട്ട് അവൻ്റെ ആത്മാവിനോട് ചേർന്നൊരു ദിവ്യ ജീവിതം നയിച്ച് ആഴമായ ദൈവസ്നേഹത്താൽ പുതിയപ്പെട്ട്. അതിനകത്തെ അടികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ തണൽ ആരുമില്ല. ഹലോ, ഉറങ്ങാണാവോ?
ഇവിടെ ആരുമില്ല. മരുഭൂമ യുഗത്തിൽ ഞാൻ അഭയാർത്ഥിയാണ്. കുടിപ്പാൻ കയ്യിൽ വെള്ളമില്ല, ആരുമില്ല തണലായിട്ട്. പക്ഷെ എനിക്ക് നിന്റെ മുഖം മതി, എനിക്ക് നിന്റെ മുഖം മതി. അടുത്തയടി എല്ലാടിയും ഞാൻ പാടിയില്ല കേട്ടോ, 6 അടി ഉണ്ടായിരുന്നു. ഒരിക്കലും ഭൂമിയെയും ജഡത്തെയും വിട്ടു പിരിയുമ്പോൾ ആരെ എനിക്കുള്ളേ? അന്ന് എൻ്റെ കൂടെ ഉള്ളത് അവന്റെ കൃപയോ അവനുമല്ലേ? അന്ന് എൻ്റെ കൂടെ ഉള്ളവന്റെ കൂടെ ഇപ്പം നടക്കാൻ പഠിക്കുന്നതല്ലേ നല്ലത്. പിന്നെ എന്തിനാ ഇവിടെ അവരില്ല, അതില്ല, അങ്ങനെ ആർക്കും വേണ്ട, ഇവിടത്തെ ആൾക്കാരുടെ കഥ പറഞ്ഞ് എന്തിനാ വെറുതെ ജീവിതം നശിപ്പിക്കുന്നത്? മനുഷ്യരങ്ങനെയാണ്. മനുഷ്യർ പിന്നെ ചതിക്കും, മനുഷ്യർ പിന്നെ വഞ്ചിക്കും, മനുഷ്യർ പിന്നെ ജീവിതത്തിൽ പിന്നെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷേ ഒരു ദിവസം നമ്മൾ പോകും കേട്ടോ. അന്ന് പോകുമ്പം അവൻ മാത്രമേ ഉള്ളൂ അവിടെ. അവൻ്റെ കൃപയും അവൻ്റെ തിരുമുഖം അവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ പഠിക്കാം, അവൻ്റെ കൂടെ ചേർന്ന് ജീവിക്കാൻ പഠിക്കാം. ഒരു വാക്ക് നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞ് എനിക്കെന്തോ ആ വാക്കിന് മാറാൻ പോകുന്നില്ല. ഇനി പാടണ്ട. മൈക്ക് ഉറങ്ങാത്തവർ, എനിക്കറിയാം നല്ലൊരു കൂട്ടം ആൾക്കാർ ഉറങ്ങാറുണ്ട്. അത് ഞാൻ എങ്ങനെ അറിയുന്നതെന്നറിയാമോ? ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഇത് ഓഫ് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ പേര് ലീവാവും. ഒരു 5-6 ആൾ ലീവാകില്ല. അതിൻ്റെ അർത്ഥം അവരിരുന്ന് ഉറങ്ങിപ്പോയി എന്നാണ്. ഒന്ന് നിങ്ങൾ ആ അടി ഒന്ന് പറഞ്ഞു നോക്കിയേ. അടി പാടണ്ട, ആ അടി ഒന്ന് പറഞ്ഞു നോക്കിയേ. കർത്താവേ, നിന്റെ മുഖം മറയ്ക്കരുത്, എന്നെ നീ തള്ളരുത്. നിന്റെ മുഖം നീ മറയ്ക്കരുത്, നിന്റെ മുഖം നീ തള്ളരുത്. മൈക്കൺമുട്ടി ഇത് പറയാമെങ്കിൽ പറഞ്ഞു. ഞാനിവിടെ ഒരു അഭയാർത്ഥിയാണ്, എൻ്റെ കയ്യിൽ വെള്ളമില്ല കർത്താവേ. എൻ്റെ അർത്ഥം കയ്യിൽ ജലമില്ല, ജോലിയില്ല, നഷ്ടമാണ്, പ്രശ്നമാണ്. കുടിപ്പാനായിട്ട് കയ്യിൽ വെള്ളമില്ല, ആരുമില്ല എനിക്കൊരു തണല് വരാൻ. പക്ഷെ എനിക്ക് അവിടെ നിന്റെ മുഖം മതി. ആരും വേണ്ട, കുടിക്കാൻ വെള്ളം വേണ്ട, ഭക്ഷിപ്പാൻ ഭക്ഷണം വേണ്ട, താമസിപ്പിക്കാൻ സ്ഥലം വേണ്ട, ആരും എന്നെ സഹായിപ്പാനില്ല. പക്ഷെ എനിക്ക് നിന്റെ മുഖമുണ്ടെങ്കിൽ, എനിക്ക് നിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ജയിക്കാൻ കഴിയും, എനിക്ക് പിന്നെ ജയിക്കാൻ കഴിയും, എനിക്ക് പിന്നെ ജയിക്കാൻ കഴിയും, എനിക്ക് പിന്നെ ജയിക്കാൻ കഴിയും. കർത്താവേ, ഞാൻ ഇതൊക്കെ വിട്ടു പോകേണ്ട ആളാണ്, ഇതൊക്കെ വിട്ടു പോകേണ്ട ആളാണ്. പക്ഷേ നീ പിരിയാതെ നിന്റെ കൂടെ ഇരുന്ന്, നിന്റെ മുഖവും നിന്റെ കൃപയും കൂടെ ഇരുന്ന് നിത്യവിൽ നിലനിൽക്കുന്ന ബന്ധം ഇവിടെ തുടരാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ്, ഞാൻ ഇങ്ങനെ ഒരു സെക്ഷൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല ആഗ്രഹിച്ചത്. എന്നോട് കൃത്യമായി ദൈവാത്മാ പറയുന്നു, ജീവിതത്തിൽ കണ്ടമാനം മുറിവുകൾ സംഭവിച്ച് ഇന്ന് രാവിലെ പിടയുന്ന ഹൃദയത്തോട് ഇതിനകത്തിരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ മുറിവുകള് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ കെട്ടുകയാണ്, മുറിവുകളെ കെട്ടുകയാണ്. അവൻ നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. അവന്റെ മുഖം പ്രകാശിതമാകാൻ പോവുകയാണ്. 1-2 മിനിറ്റുകൾ കഴിയുന്നവർ 1 മിനിറ്റ് തന്നെ ഭാഷ പറഞ്ഞു. എനിക്കറിയാം സമയം പോകുന്നു. 1 മിനിറ്റ്. ഈ പ്രത്യേക ഇതൊരു പ്രേഷ്യസ് സമയമാണ്, ഇതൊരു പ്രേഷ്യസ് സമയമാണ്. ആർക്കും കെട്ടാൻ കഴിയാത്തവന്റെ ഹൃദയത്തിന്റെ മുറിവുകള് അവൻ ഇറങ്ങി വന്ന് ഇന്ന് രാവിലെ കെട്ടുകയാണ്. പിതാവേ, നല്ല പ്രഭാതത്തിനായി ഞങ്ങളെനിക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇന്ന് രാവിലെയും ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധി ഇരിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് അങ്ങയുടെ സന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞങ്ങളുടെ വചനത്തലങ്ങ് പണിതവനായ സ്തോത്രം. ഒരു വലിയ മാറ്റം അങ്ങയുടെ മക്കളുടെ അകത്ത് കറുത്ത് തുറന്നവനായ സ്തോത്രം. ഈ ലോകത്ത് എന്തിനെ അന്വേഷിക്കുന്നതിനേക്കാളും അങ്ങയുടെ തിരുമുഖം അന്വേഷിപ്പാൻ, അങ്ങയുടെ സാന്നിധ്യം അന്വേഷിപ്പാൻ, അങ്ങ് പകരുന്ന പുത്രത്വത്തിൻ്റെ അധികാരം അന്വേഷിപ്പാൻ അങ്ങയുടെ മക്കളുടെ അകത്ത് കൊടുത്ത ബലത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഈ ബലത്തിൽ അവർ നിൽക്കട്ടെ. ഇവരെ മുറിയെ വിട്ട് സാന്നിധ്യം പോകാതെ ഇവരെ മൂടി നിൽക്കുവാൻ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാന്നിധ്യത്തിനകത്ത് ഇവർ ഇരിക്കട്ടെ, ആ സാന്നിധ്യത്തിനകത്ത് ഇവർ കിടക്കട്ടെ, ആ സാന്നിധ്യം ഇവരെ പണിയട്ടെ, ആ സാന്നിധ്യം ഇവരെ രൂപപ്പെടുത്തട്ടെ. വേറൊരു വ്യക്തിയായി ഈ സാന്നിധ്യം ഇവരെ രൂപപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഒടുവിലങ്ങ് അവരെ മേൽ അധികാരം തുറന്ന് അവകാശം തുറന്നു കൊടുക്കുന്നവരായി സ്വർഗവീയ ശക്തിയോട് ഉപയോഗിപ്പാൻ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഭവിക്കുന്ന സകല വേദനകൾക്കും, സകല പ്രതിസന്ധികൾക്കും, സകല രോഗങ്ങൾക്കും, സകല നഷ്ടങ്ങൾക്കും, സകല പ്രതിസന്ധികൾക്കും ഇപ്പോൾ ഇന്ദുമകൾ കുത്തുടുമ അങ്ങയുടെ ജീവനെ വരെ മേൽ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം ഉണ്ടാകട്ടെ, വിടുവിലുകൾ തുറക്കട്ടെ, വഴികൾ തുറന്നു വരട്ടെ, വാതിലുകൾ തുറക്കട്ടെ. കർത്താവ് വലിയ പകർച്ചകൾ കടകണ മക്കളെ ഒരുക്കണമേ. മുഴുമഹിമയും കുഞ്ഞാണ് അർപ്പിക്കുന്നു. പ്രാർത്ഥന ഘടമനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസം കൂട്ടാമേ. കാവലിന്ന് പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം,
Shalom. 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 Shalom.